പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് കയറി പോകാനായിട്ട് പോവുകയാണ്. കയറി വന്നു കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു KSRTC ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതായത് KSRTC പൊന്മുടിയിലോട്ട് ട്രിപ്പുണ്ട്. അപ്പം ആ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറി പോകുന്നത് നമ്മുടെ വാച്ച് ടവറിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതോ ഈ ടോപ്പിൽ കാണുന്നതാണ് വാച്ച് ടവർ. ഗൈസ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. വ്യൂ പോയിന്റ് ഈ പൊന്മുടിയുടെ അടിവാരം മുതൽ മുകൾ വരെ ഉള്ളതിൽ ഏകദേശം 22 ഹെയർ പിൻ വളവുകളുണ്ട്. അപ്പം ഹെയർ പിൻ വളവുകളെല്ലാം കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ലിറ്റ്സ് ഫ്ലോ ഫാമിലിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ സാധിക്കും. ഇത് പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് കയറി പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ പൊന്മുടിയുടെ ടോപ്പിൽ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. അതായത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് പൊന്മുടിയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ നേരെ പൊന്മുടിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. അപ്പം 2 പേർക്കും ബൈക്കിനും കൂടെ ചേർത്തിട്ട് 100 രൂപയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. അതായത് 100 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യമൊന്നും അവർ പറഞ്ഞില്ല. പിന്നെ നമ്മളിപ്പം മുകളിലോട്ട് പോകാൻ പോവാണ്. ഈ ടിക്കറ്റ് കളയരുതെന്ന് പറഞ്ഞു. അതായത് മേളിൽ പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട്. അവിടെ ഈ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് പൊന്മുടിയിലിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ പൊന്മുടിയിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അതായത് പൊന്മുടിയുടെ മുകളിലോട്ട് കയറി വന്നു കഴിയുമ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ താഴെ നമ്മൾ ഓൾറെഡി ഒരു ടിക്കറ്റ് എടുത്തായിരുന്നു. ആ ടിക്കറ്റ് മേളിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഉള്ളിലോട്ട് നമ്മൾ കടത്തി വിടുന്നത്. കയറി വന്നു കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, അതായത് നമ്മളിപ്പം ടിക്കറ്റ് എന്താ പറയുക, അവിടെ കാണിച്ച് വെരിഫൈ ചെയ്തിട്ട് മുകളിലോട്ട് കയറി ജസ്റ്റ് ഒന്ന് എൻ്റർ ആയതേ ഉള്ളൂ. അപ്പോൾ ഉള്ള വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ പോവാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഏതായാലും പൊളി സ്ഥലമാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും കോടയൊക്കെ ഉണ്ട്, നല്ല തണുപ്പൊക്കെയാണ്. ഏതായാലും അടിപൊളി സ്ഥലമാണ്. എല്ലാം തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. കാണുന്നുണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ പൊന്മുടിയുടെ അവസ്ഥ. അതായത് അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഏതായാലും ടോപ്പിലോട്ട് പോകാൻ പോവാണ്. ടോപ്പിൽ പോയിട്ട് അതായത് മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ പോവാണ്. ടോപ്പിൽ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മേളിൽ പോയിട്ട് കാണാം. നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്കൊരു KSRTC ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതായത് KSRTC പൊന്മുടിയിലോട്ട് ട്രിപ്പുണ്ട്. അപ്പം ആ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ സമയം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അഥവാ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ അറിയിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുന്ന വഴി എന്ന് പറയുന്നത് അടിപൊളി വഴിയാണ്. അതായത് ഇപ്പം അവർ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോർമലായിട്ട് വരാൻ പറ്റിയ രീതിയിലുള്ള റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു,
പൊന്മുടിയിലോട്ടൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അവിടെ റേഞ്ചൊക്കെ കാണുമോ എന്നുള്ള കാര്യം ചോദിച്ചായിരുന്നു. ഇവിടെ വരുമ്പം റേഞ്ച് ഉണ്ട്. എൻ്റെ സിം എന്ന് പറയുന്നത് ജിയോ ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് റേഞ്ച് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കോളൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെറ്റ് ഇച്ചിരി സ്ലോ ആണെങ്കിലും കോളൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ള് കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഏതെങ്കിലും ടോപ്പിലോട്ട് പോവാണ്, ടോപ്പിൽ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഗൈസ്, പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിൽ വന്നു കഴിയുമ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വാച്ച് ടവറാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ സൂസൈഡ് പോയിന്റും അതുപോലെ തന്നെ വ്യൂ പോയിന്റ് എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറി പോകുന്നത് നമ്മുടെ വാച്ച് ടവറിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതോ ഈ ടോപ്പിൽ കാണുന്നതാണ് വാച്ച് ടവർ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലോട്ട് പോകാൻ പോവാണ്. അത്യാവശ്യം എന്താ പറയുന്നത്, ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അടിപൊളി പ്ലേസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും കോടയെല്ലാം നന്നായിട്ട് തന്നെ ഇറങ്ങി നിൽപ്പുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നല്ല കൂളിംഗ് ആണ്. നമ്മൾ പൊന്മുടി ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു മിനിമം ഒരു കിലോമീറ്റർ കഴിയുമ്പം തന്നെ നമുക്ക് ആ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ വേറെ ലെവൽ സ്ഥലമാണ്. അതായത് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. അതുപോലെ ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. അതായത് ട്രിവാൻഡ്രമൊക്കെ വരുന്നവർക്ക് എന്താ പറയുന്നത്, ഇവിടെയൊക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. ട്രിവാൻഡ്രമൊക്കെ എന്താ പറയുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ മാക്സിമം പൊന്മുടിയൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഏതായാലും ഇതിൻ്റെ ടോപ്പിൽ പോവാണ്. ടോപ്പിൽ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു വാച്ച് ടവറിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അവരത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മേളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അതായത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇവിടെ കയറി വന്നപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. അതായത് അവർ താഴെ തന്നെ ഫുള്ള് എന്താ പറയുന്നത്, നമുക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ വന്ന് വാച്ച് ടവർ ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ടോപ്പിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഉള്ള വ്യൂവേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ള് കോടയെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം എന്താ പറയുന്നത്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതായത് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് ഇഷ്ടംപോലെ പാറകളും അതുപോലെ തന്നെ ഫുള്ള് നല്ല പച്ചപ്പും ഹരിതാപകരമൊക്കെയാണ്. അതായത് ഇത്രയും വേനൽക്കാലമാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഏപ്രിൽ മാസമാണ്. പക്ഷേ ഇപ്പോഴും എന്താ പറയുന്നത്, നോർമലി എന്താ ഒരു മഴക്കാലത്തൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ടായിരിക്കാം വെയിൽ അത്രയ്ക്ക് ഡീപ്പായിട്ട് അടിക്കുന്നൊന്നുമില്ല. ഇപ്പോഴും വെയിലുണ്ട്, പക്ഷേ വെയിലിന് ചൂടൊന്നുമില്ല. പക്ഷേ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആരെയും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് എല്ലാവരും ഇങ്ങനെ ചിന്നിച്ചതറി നടക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഏതായാലും സ്പോട്ട് ഏതായാലും വേറെ ലെവലാണ്. മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ്. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്പോട്ടുകളെല്ലാം തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ 3 വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ കാണിച്ച പോലെ തന്നെ വാച്ച് ടവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്പോട്ടൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഈ കാർ പാർക്കിങ്ങിൻ്റെ ഫീയോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിനെല്ലാം കൂടെ മൊത്തത്തിലാണ് നമ്മൾ താഴെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരുന്നത്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ബൈക്കിനാണെങ്കിൽ 20 രൂപയാണ് ഒരു പേയ്മെൻറ്റ് ഇട്ടിരിക്കുന്നത്. വലിയ വണ്ടികളുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങൾ ബൈക്കിനാണ് വന്നത്, അതുകൊണ്ട് തന്നെ ബൈക്കിന് 20 രൂപയാണ് പേയ്മെൻറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പം റേഞ്ച് ഉണ്ട്, പക്ഷേ ആ പാർക്കിങ്ങിൻ്റെ ആ ഏരിയയിൽ മാത്രമേ നമുക്ക് റേഞ്ച് കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ ടോപ്പിലോട്ട്, അതായത് എന്താ പറയുന്നത്, ആ വാച്ച് ടവറിൻ്റെ ആ പരിസരത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് ഒട്ടും തന്നെ ഇല്ല. കോൾ പോലും വിളിക്കാനായിട്ട് സാധിക്കുന്നില്ല. താഴോട്ടൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് കോൾ വിളിക്കാനുള്ള ഒരു റേഞ്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നെറ്റ് ശോകമാണ്, വൻ ശോകമാണ്. ചെറിയ രീതിക്കുള്ള നെറ്റൊക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഏതായാലും നമ്മളിപ്പം പോകുന്നത് ഈ വ്യൂ പോയിന്റിലോട്ടാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസും കൂടെ കാണിച്ചു തരാം.
ഗൈസ് അതായത് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ അവർ എന്താ പറയുന്നത് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം സ്വന്തം വണ്ടിയിൽ വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പം KSRTCയിലോ അങ്ങനെയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അതുപോലെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വന്തം വണ്ടിയിൽ വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്വന്തം ബൈക്കിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ താഴെ മുതൽ അതായത് ഈ പൊന്മുടിയുടെ അടിവാരം മുതൽ മുകൾ വരെ ഉള്ളതിൽ ഏകദേശം 22 ഹെയർ പിൻ വളവുകളുണ്ട്. അപ്പം ഹെയർ പിൻ വളവുകളെല്ലാം കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് എന്താ പറയുന്നത് ഒരു എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം റൈഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്വന്തം വണ്ടിയിൽ തന്നെ വന്ന് റൈഡ് ചെയ്ത് ഈ എന്താ പറയുക ഈ സ്പോട്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ പറയുന്നത് ഇനി ഇവിടെയുള്ള ബാലൻസ് വിഷ്വൽസ് ഒക്കെയാണ്. ഇത് കണ്ടോ, ഇതാണ് സ്പോട്ട് എന്നൊക്കെ പറയുന്നത്. സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം, അതാണ്. ഓക്കെ. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഇവിടെ വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെയുള്ള എല്ലാ സ്പോട്ടും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 വ്യൂ പോയിന്റാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. 3ഉം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാച്ച് ടവർ, നമ്മൾ ഓൾറെഡി കണ്ട വാച്ച് ടവറും ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മാർച്ച് മുതൽ അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഗൂഗിളിൻ്റെ അകത്ത് മെയിനായിട്ട് ടൈം കൊടുത്തിരുന്നത്. പക്ഷേ നമ്മളിപ്പം വന്നത് ഏപ്രിൽ മാസമാണ്. പക്ഷേ ഞങ്ങൾ രാവിലെ വന്നപ്പം ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മഴയൊന്നുമില്ല, ഇവിടെ വന്നപ്പോൾ കോടയായിരുന്നു. നമ്മൾ മെയിനായിട്ട് കോട കാണാനായിട്ടാണ് വന്നത്. ഏപ്രിൽ മാസം വന്നാലും നമുക്ക് കോടയൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് മനസ്സിലായല്ലോ. പക്ഷേ മഴയില്ലാത്ത സമയത്ത് വരിക, മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് അത്രത്തോളം എൻജോയ് ചെയ്ത് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കത്തില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ കാണുന്നത് മഴക്കാറും ഉണ്ട്, അതുപോലെ തന്നെ കോടമഞ്ഞും ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള മെയിൻ ഈ സ്പോട്ടെല്ലാം തന്നെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാവുന്ന രീതിയിലാണെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് ബൂം.